അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആയിഷുമ്മ വിചാരിക്കുന്നു ഇങ്ങനെ നിന്നാ പറ്റൂരല്ലോ ഇപ്പം ഇത്. ഏതായാലും എൻ്റെ നവാസ് ഉണ്ടാക്കിയ വീടുണ്ടല്ലോ, വെറുതെ എന്തിനാപ്പോൾ അത് അവിടെ ഒഴിച്ചിടണം. നീ 4-5 കൊല്ലം കഴിഞ്ഞിട്ടേക്കും കുഞ്ഞിക്കതി ഇറങ്ങല്. അതോളപ്പോൾ അതങ്ങനെ വെറുതെ വിടാൻ പറ്റൂരല്ലോ. വെറുതെ ആ വീട് കേട് വന്ന് പോകൂലേ. ആയിഷുമ്മയുടെ മനസ്സിൽ ഓരോ ചിന്തകൾ വരുന്നു. എന്നാൽ അന്ന് തന്നെ ആയിഷുമ്മ അതാ നേരെ നവാസിനെ വിളിച്ചു വരുത്തുന്നു. സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ നിന്ന് മടങ്ങിയ നവാസിനെ അപ്പോൾ തന്നെ ഉമ്മ വിളിച്ചു. ഹലോ, ആ മോനെ. ആ ഉമ്മ എന്തെങ്കിലും മോനെ, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് ഇവിടെ ഒന്ന് വന്നാണേ. ആ ആയിക്കോട്ടെ അമ്മ. എന്താ കല്യാണക്കാര്യത്തിൽ? ആ അതൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ അത് അത്യാവശ്യം വേറൊരു കാര്യമുണ്ട്. അങ്ങനെ അത് ആയിഷുമ്മ തിടുക്കത്തിൽ നവാസിനെ വിളിച്ച് വരുത്തി. മനസ്സിൽ കുറേയേറെ ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളുമായി നിൽക്കുകയാണ് ആ ഉമ്മ. പൊന്നാരം മോനെ. നവാസ് വീട്ടിലെത്തിയ പാടെ തന്നെ അവൻ പറയുന്നു. ആയിഷുമ്മ സ്നേഹത്തോടെ നവാസിൻ്റെ തോൾത്തുമ്പിൽ തൊട്ടു. ആ വലിയ വീടൊക്കെ ഇനിയിപ്പോൾ നമ്മളെ ഇതിക്ക് തന്നെ അയക്കണമല്ലോ. അതായത് മൂപ്പരെ പേരിലാണല്ലോ, അബൂബക്കർ ഖാൻ്റെ പേരിലുള്ള വീട്. ഇനിയിപ്പോൾ എന്താ ഉമ്മാൻ്റെ കുട്ടിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഉസ്താദിനെ ഒഴിച്ചുകാണ്ട് ഒരു മൗലൂദ് ഓദിച്ചാണ്ട് വേണം അകത്തേക്ക് കയറാൻ. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ വർക്കത്തോണ്ടേ അതുകൊണ്ട് എല്ലാം നല്ല പോലെ തന്നെ നടക്കണം. നവാസ് പുഞ്ചിരിയോടെ ഉമ്മയെ നോക്കി. ഉമ്മ തീർച്ചയായും ആയിക്കോട്ടെ, ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ ഞാൻ ഇനിയിപ്പോൾ വേറൊന്നും പറഞ്ഞില്ല. നാളെ സുബീക്കനാണ് കയറുക. നല്ലൊരു മാസമല്ലേ, ഉസ്താദിനോടൊന്ന് ചോദിച്ചൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാണ്ട്, സൗദി മക്കളും ഒക്കെ എല്ലാവരും അനിയത്തിയാളും എല്ലാവരും കൂടി അങ്ങോട്ട് കയറിക്കോട്ടെ. ഹഫ്സയും ഉപ്പയും മക്കളും എല്ലാവരും ഉണ്ട്. എല്ലാവരും അവിടെ എത്തിക്കണം. പ്രത്യേകിച്ച് നാളെ ആ വീടിൻ്റെ പടി കഴിഞ്ഞാലേ സൗദിയുടെ കൂടെ തന്നെ ഈ നിൽക്കണം കേട്ടോ മോനെ. നാളെ സൗദ എൻ്റെ കൂടെ അങ്ങോട്ട് വരും. ഓളങ്ങോട്ട് കൊണ്ടുപോകണം. വേണ്ടെന്നൊക്കെ പറഞ്ഞാലും കൊണ്ടുപോവുക. കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ഉമ്മാൻ്റെ കുട്ടീനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം സൗദൻ്റെ കൂടെ നിൽക്കണം. ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഫസീലാൻ്റെ കൂടെ കുറേ ദിവസങ്ങളായില്ലേ ഈ നിൽക്കുന്നുണ്ടല്ലോ. ഇനി കുറച്ച് ദിവസങ്ങൾ സൗദക്കൊപ്പമായിരിക്കണം. ഓളൊന്ന് സമാധാനിപ്പിക്കണം. നമ്മളെല്ലാവരും ഒരേപോലെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ജീവിതം വിജയിക്കുള്ളൂ. ഉമ്മ, അതിന് എനിക്കെതിരൊന്നുമില്ലല്ലോ. ഫസീലക്കും എതിരില്ല. ഫസീൽ എന്നോട് എന്നും പറയുന്ന വാക്കാണ്, ഇക്കാ ഇന്ന് സൗദൻ്റെ അടുത്ത് പോയിക്കോളി. പക്ഷെ അവളുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് ആകെപ്പാടൊരു ടെൻഷനായിട്ടാണ് ഉമ്മ. എൻ്റെ പൊന്നാര മോനെ, ഇതൊന്നുകൊണ്ടും വിഷമിക്കണ്ട. ഉമ്മയുടെ വാക്കുകളിൽ നിന്ന് സ്നേഹവും അനുഭവ സമ്പത്തും ഉണ്ടായിരുന്നു. അതെ, രണ്ടാം ഭാര്യയായ സൗദയുടെ മനസ്സ് നോവിക്കാതെ ഓളയും കുട്ടിയെയൊക്കെ ചേർത്ത് പിടിക്കാൻ മകന് ഉപദേശം നൽകിയ ആ ഉമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. പൊന്നു മോനെ, നാളെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. എന്നാൽ ഉസ്താദിനോട് നിന്ന് വിളിച്ച കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞാലേ എന്നാൽ പിന്നെ മിസ്സിലിൻ്റെ കല്യാണത്തിൻ്റെ അതൊക്കെ ആവുമ്പോഴത്തേനെ നമുക്ക് ഇതങ്ങോട്ട് റെഡിയാക്കാം. എന്നാൽ പിന്നെ എന്താ ബേജാറില്ലല്ലോ. മറ്റേ എന്താന്ന് വെച്ചാൽ ഒരു ഇടങ്ങാറാണത് ഉമ്മ. അതല്ല അവരൊക്കെ അതിന് പിന്നെ നാളെ ഹഫ്സനോട് ഞാൻ എല്ലാ കാര്യം പറഞ്ഞേക്കണം. മോളെ, എനിക്ക് ഈ ഇവിടെ കയ്യാനുള്ളതാണ് കേട്ടോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഞാൻ എല്ലാം പറഞ്ഞേക്കണ് ഓളോട്. നല്ല മട്ടത്തിൽ ഈ വീട് നോക്കിക്കോണ്ടി, ഇജും മക്കളൊക്കെ നല്ല രീതിയിൽ നിന്നോണ്ടി. സൗദിയും ഇടയ്ക്കിടയ്ക്ക് നവാസും വരും എന്നൊക്കെ ഞാൻ പറഞ്ഞേക്കണ്. എന്നാൽ അത് കേട്ടപ്പോൾ നവാസ് കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനിടയിൽ അതാ നമ്മുടെ ഷമ്മാസിനോട് ഉമ്മ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഉമ്മ ആയിക്കോട്ടെ, അതിനെന്താ സന്തോഷമേ ഉള്ളൂ. ഏതായാലും അവരാ ചെറിയ വീട്ടിലിങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നവാസ്ക ഉണ്ടാക്കിയ നല്ലൊരു വീട് തന്നെ അവർക്കുണ്ടല്ലോ. അവരങ്ങോട്ട് പോയിക്കോട്ടെ ഉമ്മ. എന്നിട്ട് നമുക്ക് കാര്യങ്ങളിലേക്കൊക്കെ ഇൻഷാ അല്ലാ. കാരണം വെറുതെ കാരണം സൗദ, അതുപോലെ തന്നെ സൗദയുടെ അനിയത്തിമാർ, പിന്നെ അവരെ 3-4 മക്കൾ, അവരൊക്കെ ഇല്ലേ. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ കുറച്ച് കണ്ടറിയണല്ലേ വേണ്ടത്. പെട്ടെന്ന് തന്നെ അവരതിലേക്ക് കയറിക്കോട്ടെ. അബൂബക്കർക്കൊക്കെ നല്ല മടിയുണ്ടാവും. ഞാൻ കാര്യങ്ങളൊക്കെ മൂപ്പരോടൊന്ന് സംസാരിച്ചിട്ട് നല്ലൊരു മനസ്സ്. കാരണം എന്തിനാണ് വെറുതെ അങ്ങനെ ചെറിയ വീട്ടിൽ കഴിയുന്നത്. അവർക്ക് നല്ല ലാവിഷായിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ നമ്മളത് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഷമ്മാസ് അത് ഉസ്താദിനോടും സൗദിയുടെ ഉപ്പയോടുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ പിറ്റേന്ന് പുലർച്ചെ 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. സുബഹി നിസ്കാരത്തിൻ്റെ ബാങ്ക് വിളിയുടെ അലയൊലികൾ അടങ്ങിയിട്ടേ ഉള്ളൂ. നവാസിൻ്റെ പുതിയ വീട്ടിലേക്ക് അതാ ആളുകൾ
എത്തിത്തുടങ്ങുന്നു. അത്യാവശ്യം കുറച്ച് ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. നാട്ടിലെ ഉസ്താദ് പിന്നെ വേറെ 2 ഉസ്താദുമാരും നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. വീടിൻ്റെ വിശാലമായ സ്വീകരണ മുറിയിൽ വെളുത്ത വിരി വിരിച്ചിട്ടുണ്ട്. അതിനു മുകളിൽ സുഗന്ധം പരത്തുന്ന അത്തറിൻ്റെ മണവും. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഉസ്താദ് ചെറുപുഞ്ചിരിയോടെ അതാ അകത്തേക്ക് കയറി. അവിടെ കൂടിയിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും നിശബ്ദരായി. ഹഫ്സയും ഉപ്പയും മക്കളും സൗദയും കുട്ടികളും എല്ലാവരും ആ ചടങ്ങിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ആയിഷമ്മയുടെ മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം മിന്നിമറഞ്ഞു. തൻ്റെ മകൻ പടുത്തുയർത്തിയ ആ വലിയ വീട്ടിൽ ആദ്യമായി ഉച്ചത്തിൽ പ്രാർത്ഥനകൾ മുഴങ്ങുകയാണ്. മൗലിദ് പാരായണം ആരംഭിച്ചു. നബിദിന രാവുകളുടെയും റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പുണ്യവും നിറഞ്ഞു നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയുടെ ഈരടികൾ വീണ്ടും ഓരോ മൂലയിലേക്കും പ്രതിധ്വനിച്ചു. സൗദിയുടെ കൈകളിൽ തൻ്റെ കുഞ്ഞിനെ എടുക്കുവാൻ വേണ്ടി അവൾ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകുന്നില്ലായിരുന്നു. സൗദ ചുറ്റുഭാഗത്തും നോക്കി. അതെ, വലിയൊരു വീടാണിത്. ഇതിൽ ഞാൻ ഒരിക്കൽ പോലും സമാധാനത്തോടെ കഴിഞ്ഞിട്ടില്ല. എപ്പോഴും എനിക്ക് ഭീഷണിയായിരുന്നു, ജീവന പേടിയായിരുന്നു. എന്നാൽ അന്ന് അവിടെ കൂടിയ ആളുകളുടെ മുഖത്തേക്ക് അവൾ നോക്കിയപ്പോൾ നിറയെ സ്നേഹമുള്ള മുഖങ്ങളായിരുന്നു. പക്ഷെ മനസ്സിൻ്റെ കോണിൽ ചെറിയൊരു അങ്കലാപ്പ് ഇല്ലെന്നുമില്ല. കാരണം പുതിയ ചുറ്റുപാടുകളോട് പൊരുത്തപ്പെട്ട് വരികയേ ഉള്ളൂ. കാരണം ഞാൻ അനുഭവിച്ച വേദന ഈ വീട്ടിൽ നിന്നാണ് അനുഭവിച്ചത്. അത് ആർക്കും അറിയില്ല. റബ്ബേ, ഇനി ഒരിക്കലും എനിക്ക് ഈ വിഷമം പെടുന്ന അനുഭവിക്കാനുള്ള വിധി ഉണ്ടാവരുതേ അല്ലാ. അവൾ അത് വിചാരിച്ചു. എന്നാൽ വീടിനൊരു പേരില്ല. എന്ത് പേര് ഇടും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഐഷുമ്മ തന്നെ അത് കണ്ടുപിടിച്ചു. അതെ, മറ്റൊന്നുമല്ല, ഈ വീട് പ്രകാശം നിറഞ്ഞ വീടായതുകൊണ്ട് നമുക്കിതിനെ നൂർ മഹൽ എന്ന് പേരിടാം. അല്ലാതെ ഇപ്പം ഇങ്ങോട്ട് എന്താ പറയുക, നവാസിൻ്റെ അടുക്കെന്നോ എവിടേക്കെന്നാ പറയാ, നൂർ മഹൽക്ക് തന്നെ പറയാം. എന്നാൽ അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. അതെ, അപ്പോൾ തന്നെ നവാസിനോട് പറഞ്ഞു, മോനെ ഇവിടെ എന്താണ് എന്തുമ്മ ആ ഗേറ്റിങ്ങലേ നൂർ മഹൽ എന്നാണ്ട് എഴുതിക്കൊണ്ടേ, അതായത് പ്രകാശമുണ്ടാകുന്ന വീട് എന്ന്. അതായിരിക്കും ഹയർ ഇവിടേക്ക് കേട്ടോ. ഉമ്മ ആയിക്കോട്ടെ, ഉമ്മ എന്താ പറഞ്ഞതനുസരിച്ച് ആ ഗേറ്റിങ്ങിൽ നല്ല മട്ടത്തിലുണ്ട് എഴുതിപ്പിച്ചോണ്ട് നൂർ മഹൽ കേട്ടോ. ഏതായാലും ഇങ്ങനെ കായില്ലേ, എൻ്റെ കുട്ടി ഉണ്ടാക്കി തന്നെ അല്ലത്. ഉമ്മ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയണ അല്ല മോനെ, ഞാൻ പറയേ. അങ്ങനെ ഏതാ അല്പസമയത്തിന് ശേഷം അവിടെ ഏതാ ആ വലിയ വീട്ടിൽ മൗലിദ് വളരെയധികം വലിയ ശബ്ദത്തിൽ ഉയർന്നു കേട്ടു. ആ വീടെന്നാകെ മുത്ത് ഹബീബിൻ്റെ മദഹുകൾ കേട്ട് ആകെപ്പാടെ പുളകിതമായി. ഐഷുമ്മ വല്ലാതെ സന്തോഷിച്ചു. അല്ലാ, അൽഹംദുലില്ലാ, അവർ ജവാബ് കേട്ടു ചൊല്ലി. എന്തെന്നറിയില്ല, ഐഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പഠിച്ചോനെ, ഈ ഒരു വീട്ടിൽ നല്ല റഹ്മത്തും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ, ആമീൻ. ഐഷുമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. റബ്ബേ, ഇനിയെങ്കിലും നല്ല സമാധാനത്തോടെയുള്ള ജീവിതം എന്താണ് റഹ്മാനെ. മൗലൂദ് ഓതി റഹ്മാനെ. മുത്ത് ഹബീബിൻ്റെ ജന്മമാസത്തിലാണ് റബ്ബേ ഈ വീട്ടിലേക്ക് കൂടി താമസിച്ചത്. ഇനി പഠിച്ചോനെ, ഇവർക്ക് നീ നല്ല ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുക. യാതൊരു പ്രശ്നം പ്രയാസം ബുദ്ധിമുട്ടുകൾ നീ വരുത്തല്ലേ അല്ലാ. എൻ്റെ നവാസും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരട്ടെ. അതെ, അവളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ അനുസരിച്ച് നവാസ് കുറച്ച് നിന്ന് നല്ല റാഹത്തോടു കൂടി നല്ല ജീവിതം നയിക്കാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് ഉണ്ടാകട്ടെ. എന്നാൽ മൗലിദ് പാരായണം കഴിഞ്ഞപ്പോഴേക്കും അതാ അവിടെ പാല് കാച്ചലും നടക്കുന്നുണ്ട്. ഐഷുമ്മ തന്നെയാണ് പാല് കാച്ചാൻ നേതൃത്വം നൽകിയത്. പാല് കാച്ചി അതാ എല്ലാവർക്കും 1/2 ഗ്ലാസ് വീതം അതാ പാലൊഴിച്ചു നൽകി. എന്നാൽ അതിലേക്ക് മധുര പലഹാരങ്ങളും ഹൽവയും പഴവും ഈത്തപ്പഴങ്ങളും അതുപോലെ തന്നെ നല്ല ഡ്രൈ ഫ്രൂട്ട്സ്, ബദാം, പിസ്ത, ക്യാഷു അതുപോലുള്ള ഒരുപാട് സാധനങ്ങളും എല്ലാം അതിൽ നിരത്തിയിരുന്നു. എന്നാൽ ആ പാലിൻ്റെ കൂടെ എല്ലാവരും അത് സന്തോഷത്തോടു കൂടി കഴിക്കുന്നു. ഉസ്താദ് തന്നെയാണ് ആ മധുരമെല്ലാം എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. എല്ലാവരും പാലുകാച്ചലിൻ്റെയും കുടിയിരിക്കലിൻ്റെയും മധുരം കൈമാറി. ആ വീട്ടിൽ വല്ലാത്തൊരു സന്തോഷം കളിയാടി. അള്ളാഹു ഈ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും നൽകട്ടെ, ഉസ്താദ് പ്രാർത്ഥിച്ചു. അങ്ങനെയതാ ആ ഒരു വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന പോലെ ഐഷുമ്മക്ക് തോന്നി. പഠിച്ചോനെ അല്ലാ, വളരെയധികം മനോഹരമായ രീതിയിൽ അതാ നമ്മുടെ നൂർ മഹലിൻ്റെ കുടിയിരിക്കൽ കഴിഞ്ഞു. ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചായ കുടിക്കുന്നതിനിടയിലാണ്
ആയിഷുമ്മ നവാസിനെ വീണ്ടും അടുത്ത് വിളിച്ചത്. വീടിൻ്റെ വരാന്തയിലുള്ള കസേരയിൽ ഇരിക്കുകയായിരുന്ന നവാസിനെ അരികിലേക്ക് ഉമ്മ പതുക്കെ നടന്നു വന്നു. എന്നാൽ ഈ സമയം എല്ലാവരും അതാ നല്ല ചായയും അതുപോലെ തന്നെ നല്ല വറുത്തരച്ച ചിക്കൻ കറിയും ബീഫ് വരട്ടിയതും പത്തിരിയും പൊറാട്ടയും വെള്ളപ്പവും നൂലപ്പവും അതുപോലെ നെയ്പ്പത്തൽ അങ്ങനെയുള്ള ഒരുപാട് പലഹാരങ്ങളും കാര്യങ്ങളും എല്ലാം ഏൽപ്പിച്ചതായിരുന്നു. അതെല്ലാം കൊണ്ടുവന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിക്കുന്നു. അതിനിടയിലാണ് ഉമ്മ അങ്ങോട്ട് വന്നത്. മോനെ, നീ ഇരുന്നില്ലേ? ഉമ്മ, ഞാനിരുന്നോളാം, എല്ലാവരും ഇരിക്കട്ടെ. മോനെ നവാസേ, ഉമ്മ ചെറു ശബ്ദത്തിൽ വിളിച്ചു. എന്തോ ഉമ്മ? നവാസ് ചോദിച്ചു. ഞാൻ രാവിലെ പറഞ്ഞ കാര്യം ഈ മറന്നില്ലല്ലേ? ഫസീലയുടെ വീട്ടിലൊക്കെ പോയെന്ന് കുറച്ച് ദിവസമായല്ലോ, ഓളുടെ കൂടെയൊക്കെ. അപ്പോൾ എൻ്റെ കുട്ടിക്ക് 2 കുടുംബമുണ്ട്. അപ്പോൾ ഇവിടെയും കുടുംബമുണ്ട്, ഇപ്പോൾ അവിടെയുണ്ട്. പക്ഷേ ഈ പുതിയ വീട്ടിൽ സൗദിയും കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ആദ്യമായിട്ട് കാല് കുത്തുമ്പോഴേ ഉമ്മാൻ്റെ കുട്ടി ഒപ്പം ഉണ്ടാവണം, അതായത് ഒപ്പം ഉണ്ടാവണം. ഒറ്റപ്പെടുത്തരുത് കേട്ടോ. പുതിയ വീട്, പുതിയ നാട്, കുറച്ചിങ്ങോട്ട് മാറി നിന്ന് കണ്ടിരുന്നല്ലേ. സൗദിക്ക് ഇതൊക്കെ ഇവിടെ നിൽക്കണ ഇഷ്ടമല്ല, പക്ഷെ അതൊക്കെ ശീലമാക്കി എടുക്കണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വീടാക്കിയിട്ട്. അത് ഓൾക്കൊരു വലിയ ധൈര്യമായിരിക്കും. അവൾ പറഞ്ഞല്ലോ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എനിക്ക് പേടിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അത് അന്നത്തെ ഒരു മൈൻഡ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. നവാസ് ഉമ്മയെ സ്നേഹത്തോടെ നോക്കി. ഉമ്മ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യാം ഉമ്മ, അതൊക്കെ ഞാൻ ചെയ്തോളാം. സൗദിയെയും മോനെയും ഞാൻ നോക്കിക്കോളാം. അവർക്ക് ഒരു കുറവും വരാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ അതാ അവളുടെ ഉമ്മയും അതുപോലെ തന്നെ ഉപ്പയും ഇവിടെ താമസിക്കുമ്പോഴും വല്ലാത്ത റാഹത്ത് തന്നെയല്ലേ. ഉമ്മ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഹഫ്സയും അബൂബക്കർക്കയും അവർ ഒരു പക്ഷേ എന്നോട് ആ ഉപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ, നമ്മളേതായാലും ഈ ചെറിയ കൊച്ചു വീട്ടിലൊക്കെ ജീവിച്ചാണ് ശീലമായി. നിങ്ങൾ തന്ന വീട്ടിലാണ് ഇപ്പം ഞങ്ങൾ ജീവിക്കുന്നത്, അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ വലിയൊരു വീട്ടിലേക്ക് കടക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ഉറക്ക് വരും അറിയില്ലടാ. അവിടെയൊക്കെ കിടന്നാൽ മണ്ണിൽ ചവിട്ടി നടക്കണേ ഞാൻ ഇൻ്റർലോക്ക് ഇട്ട മുറ്റത്ത് ചവിട്ടുമ്പോഴേ എനിക്കെൻ്റെ മേത്ത് കൂടെ വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന പോലെ തോന്നാണ്. എന്തോ അറിയില്ല. ഉപ്പ, നിങ്ങളങ്ങനെ പറയല്ലേ. അതായത് ഞാൻ ഉണ്ടാക്കിയതല്ലേ ഉപ്പ, അത് ഞാനായിട്ട് തന്നെയാണ് എൻ്റെ ഷോപ്പിൻ്റെ വരുമാനം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ വീടൊക്കെ. ഉപ്പ നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഉപ്പാക്ക് കൂടി അവകാശപ്പെട്ട ഉപ്പാൻ്റെ പേരിലുള്ളതാണ് ഈ ഒരു വീട്. അതുകൊണ്ട് ഉപ്പ ഒന്നും കൊണ്ട് വിഷമിക്കല്ലേ നിങ്ങൾ. മോനെ, ഞാനൊക്കെ വലിയ വീട്ടിൽ എന്താ ഉപ്പ, നിങ്ങൾ അവിടുത്തെ ഗൃഹനായകൻ, അല്ലാതെ വേറെ ആരുമല്ല. ശരിക്കും അതാ ആ ഉപ്പയോട് അങ്ങനെ പറഞ്ഞ് കാല് പിടിച്ചപ്പോഴാണ് ഉപ്പ സമ്മതിച്ചത്. മോനെ, നമ്മക്കട ഒക്കണ വീടൊക്കെ അതിനെന്താ ഉപ്പ, അങ്ങനെയൊന്നുമില്ല. മനുഷ്യന്മാർക്ക് പണമുണ്ടായി കഴിഞ്ഞാൽ വലിയ വീട് വെക്കണേനും കാറ് വാങ്ങണേനൊന്നും ഒരു കുഴപ്പമില്ല. ഉപ്പ, ഇത് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടല്ലേ. മോനെ, എൻ്റെ കുട്ടി അധ്വാനിച്ചെടുത്തല്ലത്. ഞാനിപ്പോൾ അതിനെന്താ ഉപ്പ, സൗദ എൻ്റെ ഭാര്യയാണ്, എൻ്റെ സൗദിയുടെ ഉപ്പയാണ് നിങ്ങൾ. ആ ഉപ്പ എനിക്ക് ഉപ്പയില്ലാത്തതാണ്, എനിക്കൊരു ഉപ്പയോ ഇല്ല, നിങ്ങൾ മാത്രം. എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാണ്, അതുകൊണ്ട്. എന്നാൽ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. മോനെ, എനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഉപ്പ, എന്ത് യോഗ്യത? അതെ, ഒരു മകനുണ്ടാക്കിയ വീട്ടിലേക്ക് ഉപ്പാക്ക് വരാനെന്താ പറ്റില്ലേ? ശരിക്കും അതാ ആ ഒരു നവാസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അങ്ങനെ ആ പിതാവ് അതിന് സമ്മതിച്ചത്. മനമില്ല മനസ്സോടു കൂടിയാണെങ്കിലും നൂർ മഹലിലേക്ക് ആ ഉപ്പയും ഭാര്യയും മക്കളുമെല്ലാം കടന്നു വന്നിരിക്കുന്നു. നവാസ് ഉപ്പയെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ഉപ്പ, നിങ്ങളെന്നും ഇവിടെ ഉണ്ടാവും, ഈ കോലായിലെ, അതായത് ഈ സിറ്റ് ഔട്ടിൽ നിങ്ങൾ ഇരിക്കണം. ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഒരു പവിത്രത ഉണ്ടാകുക. അതെ, പ്രായമായ ഒരാൾ വീട്ടിലില്ലാഞ്ഞാൽ ഉപ്പ അത് ശരിയാവില്ല. മോനെ, ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുകയായിരുന്നു. മോനെ, എനിക്ക് ഇത്ര സൗകര്യമുള്ള വീടും കാര്യമൊന്നും വേണ്ട, ഈ വീടിൻ്റെ ഒരു മൂലക്കൽ എവിടെ വെച്ച് ഞാൻ കിടന്നോളാം. ഉപ്പാക്ക് ഇവിടെ നിന്ന് ശീലമില്ല മോനെ. ശരിക്കും അതാ സൗദിയുടെ ഉപ്പ അത് പറയുമ്പോൾ നവാസിൻ്റെ കണ്ണുകൾ നിറയായിരുന്നു. ഉപ്പ, നിങ്ങളുടെ മകൾ ഇന്ന് നല്ല സമ്പന്നതയുള്ള ആളാണ്, നിങ്ങളുടെ മകനായ ഞാനും. ഉപ്പ, നിങ്ങൾ ഇങ്ങനെ ഇല്ലായ്മയോട് കൂടി ജീവിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും നല്ലൊരു വീട് നമുക്ക് ഉണ്ട്, അതിൽ ഉപ്പ ഇനി ജീവിക്കണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. മോനെ, അതെ ഉപ്പ. ശരിക്കും ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുകയായിരുന്നു. എന്നാൽ ആ ഉപ്പയെ നവാസ് ചേർത്ത് പിടിച്ചു. ഉപ്പ, നിങ്ങൾ വിഷമിക്കല്ലേ, ഇത് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഒരിക്കലും നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടു എന്ന് കരുതിയിട്ട് എന്നും ഇങ്ങനെ പേടിച്ച് നിൽക്കാൻ പാടുണ്ടോ? മോനെ,
ഞമ്മക്കിതൊന്നും അനുഭവിക്കാനുള്ള യോഗമൊന്നുമില്ലല്ലോ മോനെ. ഉപ്പ ആര് പറഞ്ഞോ? അതെ, ഇന്ന് അൽഹംദുലില്ലാ നിങ്ങൾ സമ്പന്നനാണ്. അതായത് നിങ്ങളുടെ മകൾ സമ്പന്നയാണ്. അതായത് നിങ്ങളുടെ മകളുടെ ഭർത്താവ് അവൾക്ക് വേണ്ടി എന്തെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. അവളുടെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ അവൾക്ക് എത്രയോ ക്യാഷ് വരുന്നുണ്ടാവും. പക്ഷെ അവളത് ശ്രദ്ധിക്കുന്നില്ല. മോനെ, ഒന്നും വേണ്ട, സ്നേഹം സമാധാനം മതി മോനെ. അതെ, എങ്ങനെങ്കിലൊക്കെ ജീവിക്കാം. പക്ഷേ ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരവും പ്രവൃത്തിയും ഇല്ലാതായാൽ തന്നെ വലിയ കാര്യം തന്നെയാണ് മോനെ. ആ പിതാവ് കരയുന്നുണ്ടായിരുന്നു. ഉപ്പാ, ഇൻഷാ അല്ലാ ഇനി മുതൽ നിങ്ങളെ കാര്യമൊക്കെ ഞാൻ നോക്കും. നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട ഒരു അവസ്ഥയും വരൂല. എന്നാൽ നവാസ് ആ പിതാവിനെ ചേർത്ത് പിടിച്ചു. ആ പിതാവ് വിതുമ്പി കരഞ്ഞു. മോനെ, ഇല്ലായ്മയിൽ നിന്നാണ് ഞങ്ങളൊക്കെ വന്നത്. ഇങ്ങനെ ഒരു ബന്ധം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ അത് നശിപ്പിക്കാൻ എൻ്റെ ഭാര്യ നോക്കി എന്നുള്ളത് അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. ഉപ്പ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് നീ ആലോചിക്കണ്ട. അങ്ങനെ അവരെല്ലാവരും ആ സന്തോഷകരമായ നിമിഷങ്ങളിൽ ആയിഷമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ചു. അതെ പൊന്നു മോനെ, ഉമ്മ പറഞ്ഞ പോലെ ചെയ്യാനട്ടോ. രണ്ട് ഭാര്യമാരായാലും അവർ രണ്ടുപേരെയും ഒരുപോലെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുക, അവരുടെ മനസ്സറിഞ്ഞ് പെരുമാറുക എന്നൊക്കെ തന്നെയാണ് ഒരു ആൺ തുണയുടെ വിജയം. രണ്ടും നമുക്ക് പ്രിയപ്പെട്ടവരല്ലേ. സൗദയെ ഒന്ന് സന്തോഷിപ്പിക്കണം, ഓൾക്ക് മനസ്സമാധാനം കൊടുക്കണം. അതാണ് എനിക്ക് ഏറ്റവും വലുത്. ഉമ്മയുടെ ആ വാക്കുകൾ നവാസിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഒരു കുടുംബത്തിൻ്റെ സന്തോഷമെന്നത് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുമ്പോഴാണ് പൂർണ്ണമാകുന്നതെന്ന് ആ മകന് തിരിച്ചറിഞ്ഞു. ഉച്ചയോടെ കൂടി ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും പിരിഞ്ഞു പോയി. നൂർ മഹൽ ശാന്തമായി. വിശാലമായ അടുക്കളയിൽ സൗദയും ഹഫ്സയും ചില ബന്ധുക്കളും ചേർന്ന് ഉച്ചഭക്ഷണത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കുട്ടികൾ പുതിയ വീടിൻ്റെ ഓരോ മുറിയിലും ഓടിക്കളിച്ച് നടക്കുന്നു. അവരുടെ ചിരിശബ്ദങ്ങൾ ആ വലിയ വീടിന് ജീവൻ നൽകി. നവാസ് സൗദയുടെ അരികിലേക്ക് ചെന്നു. അവൾ അലമാരയിൽ തുണികൾ അടുക്കി വെക്കുന്ന തിരക്കിലാണ്. എന്നാൽ അവളുടെ മുഖത്ത് ചെറിയൊരു ക്ഷീണവും എന്നാൽ പുതിയ വീട്ടിലെത്തിയതിൻ്റെ കൗതുകവും ഭയവും ഉണ്ടായിരുന്നു. ഒരു നിമിഷം നവാസ് അത് കണ്ടു. സൗദ. നവാസ് അവളുടെ അരികിൽ നിന്നു. സൗദ തിരിഞ്ഞു നോക്കി. ചുണ്ടിലൊരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. അവൾ ഒരു നിമിഷം അദ്ദേഹത്തെ അല്പം ഭയത്തോടെ നോക്കി. സൗദ, എന്തീക്ക? അത് പിന്നെ നല്ല രീതിയിൽ നമ്മളിവിടെ കഴിയണം. ഇക്ക? അതെ മോളെ, ഇവിടെ നല്ല രീതിയിൽ കഴിയണം. എന്താ, എൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് കഴിയില്ലേ? അവൾ മൗനം പാലിച്ചു. ഇക്ക, എനിക്ക് പേടിയാണ്. എന്തിനു പേടി? എൻ്റെ ഉമ്മ എങ്ങാനും വരുമോ എന്നുള്ള പേടി. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. പിന്നെ ഉമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി ഈ വീട്ടിലാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ ഇവിടെ നിനക്ക് നിൽക്കാൻ? അതായത് ഞാൻ ഇന്നത്തെ ദിവസമൊക്കെ ഇവിടെയാണ് നിൽക്കുക. നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? സൗദ തലയാട്ടി, കണ്ണുകളിൽ സ്നേഹം തുളുമ്പുന്നത് പോലെ. ഇല്ലിക്ക. അതെ, ഈ വീട്ടിൽ ഇക്ക കൂടി ഉണ്ടാകുമ്പോൾ എനിക്ക് സന്തോഷമാണ്. പിന്നെ ഉമ്മ പറഞ്ഞത് ഞാൻ കുറച്ച് കേട്ടു. ഉമ്മ നമ്മളെക്കുറിച്ചൊക്കെ എത്രമാത്രം കരുതുന്നുണ്ട്. പാവമാണ് ഉമ്മ. ഉമ്മയെക്കുറിച്ച് ഞാൻ കുറേ തെറ്റിദ്ധരിച്ചു. ഉമ്മക്ക് നമ്മളെല്ലാവരും ഒരുപോലെയാണ് ഇഷ്ടം. പിന്നെ ഈ പുതിയ വീട്ടിലെ ആദ്യത്തെ രാവ് അത് ഉമ്മ പ്രത്യേകം പറഞ്ഞതാണ്. എന്നോടും പറഞ്ഞു കാര്യങ്ങൾ. അതെ, ഉമ്മ എന്നോട് പ്രത്യേകമായി പറഞ്ഞു. സൗദിയുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു. അവൾ നവാസിൻ്റെ തൊട്ടരികിലായി നിൽക്കുകയാണ്. എന്നാൽ അവൾക്ക് നവാസിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ അല്പം നാണവും തോന്നുന്നു. സൂര്യാസ്തമയത്തിൻ്റെ പൊൻവെളിച്ചം ആ വലിയ വീടിൻ്റെ ജനാലകളിലൂടെ അകത്തേക്ക് പരന്നു. റബീഉൽ മാസത്തിൻ്റെ നിലാവ് ആകാശത്ത് തെളിയുവാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ നേരത്തെ തന്നെ ഉമ്മയും ഫസീലയുമെല്ലാം പോകുന്നു. ഫസീലയോട് ഉമ്മ പറഞ്ഞു, മോളെ ഇനിയിപ്പോൾ നവാസ് 2 ദിവസം ഇവിടെ നിൽക്കട്ടെ. ഉമ്മ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്. കാരണം സൗദ ചെറുപ്രായമാണ് എന്നെക്കാളും. അവൾക്ക് ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും. ഞാനാണെങ്കിൽ ഗർഭിണിയുമാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസവും കുറച്ച് എനിക്കുണ്ട്. ഞാൻ വിചാരിക്കും നവാസ്ക്ക് ഈ സമയത്ത് സൗദയുടെ അടുത്ത് നിൽക്കുകയാണ് നല്ലത് വിചാരിക്കും. അങ്ങനെ നിന്നാലല്ലേ അതിൻ്റേതായ രീതിയിൽ. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മോളെ, നിൻ്റെ മനസ്സേതായാലും നല്ലതാണ്. ചിലരാണെങ്കിൽ സമ്മതിക്കൂല. ഏതായാലും നിൻ്റെ മനസ്സ് നന്നായതുകൊണ്ട് കുഴപ്പമില്ല.
വേറുള്ളവരാണെങ്കിൽ വിട്ടു കൊടുക്കൂല, അങ്ങനെയായിരിക്കും. ഉമ്മ, എനിക്ക് സന്തോഷമേ ഉള്ളൂ ഉമ്മ. അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ. എൻ്റെ അനിയത്തിയെ പോലെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്, അല്ലാതെ വേറൊരു രീതിയിലുമല്ല. ഉമ്മ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ അത് കണ്ടപ്പോൾ ഐഷുമ്മ പറഞ്ഞു, മോളെ, പടച്ച റബ്ബ് എനിക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. എൻ്റെ മനസ്സാണ് നല്ല മനസ്സ്. ഉമ്മ, അതെന്തപ്പോ അങ്ങനെ? കാരണം ഞാനായിട്ട് തന്നെയല്ലേ നവാസ് ഖാൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി ഇറങ്ങിപ്പോയത്. അതെനിക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നവാസ്ക വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷിക്കുകയായിരുന്നു ചെയ്തത്. എനിക്ക് പടച്ച റബ്ബാണ് സത്യം, സന്തോഷമുള്ളൂ. അവർ ജീവിക്കട്ടെ. നവാസ് ഖാ നിവൃത്തികേട് കൊണ്ടല്ല അവളെ കല്യാണം കഴിച്ചത്. അദ്ദേഹം ജീവിക്കട്ടെ അവരോടൊപ്പം. എനിക്കത് മാത്രമാണ്. അവർ നല്ല ദാമ്പത്യ ജീവിതം നയിക്കട്ടെ. ഇനി ആ കുഞ്ഞിനെ കൂടെ ഒന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മോളെ കുഞ്ഞിനെ കൊടുക്കാനൊക്കെ കൊടുക്കുക. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അതായത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവളൊന്ന് ലെവലായി വന്നിട്ട് വേണം. പിന്നെയാണെങ്കിൽ മിസിരിക്ക് ഇപ്പോൾ കുഞ്ഞിനെ വിട്ടു പോകുന്നതന്നെ ആലോചിച്ചൂടാ. ഉമ്മ, മിസിരിനിപ്പോൾ അധികം കാക്കണ്ടല്ലോ അല്ലേ മോളെ? എന്താ ചെയ്യുക? മിസിരിക്ക് ഇപ്പോൾ അങ്ങനെ ഓൾ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കണം. നുസിയാണ് ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിക്കണേ. ഓള് പോക്കും വരവും ഇതൊക്കെ തുടങ്ങിക്കണേ. അപ്പോൾ പിന്നെ എന്താന്ന് വെച്ചാൽ എന്നും ഇപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് നടക്കുമോ? നടക്കൂല എന്നല്ല, കുറേയൊക്കെ നടക്കും. എന്നാലും ആ സാറൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ കുറച്ച് മണ്ടൊക്കെ ഉള്ള കുട്ടികളാവുമ്പോഴേ അതിൻ്റേതായ രീതിയിൽ ഒക്കെ ശരിയാവുമല്ലോ. അതുകൊണ്ടായിരിക്കും. നല്ല റാങ്ക് കിട്ടിയ കുട്ടിയല്ലേ. എന്തൊക്കെ തന്നെയായാലും അൽഹംദുലില്ലാ വല്ലാത്ത ഒരു റാഹത്തോട് കൂടി കണ്ട് കഴിയട്ടെ. ഓൾഡ് MBBS ഒക്കെ കണ്ട് കഴിഞ്ഞ് ഡോക്ടറായി ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു സമാധാനമാണല്ലോ. എന്നിട്ട് കുറച്ച് നെയ്യത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് പൂർത്തിയാക്കണം. ഉമ്മ, സത്യം പറയാലോ, നുസിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് ആദ്യം നല്ല അസൂയ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ആ ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടാലും ആരും നന്നായി പോകും. സത്യം പറഞ്ഞാൽ അന്ന് മൗലിദ് പാരായണമൊക്കെ അവിടെ നടന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട്. കാരണം പഠിച്ചവനെ ആരും ബുദ്ധിമുട്ടാവരുത്, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം, എല്ലാവർക്കും യാതൊരു പ്രശ്നം പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതല്ല. ഈ ദുനിയാവിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഉമ്മ. അവർക്കൊക്കെ പഠിച്ച റബ്ബ് നല്ല സഹായം നൽകട്ടെ. അള്ളാഹുവിൻ്റെ പഠിച്ച റബ്ബ്, ഞാനിങ്ങനെ വിചാരിക്കണമല്ല, എത്രയോ പാവങ്ങളുണ്ട് കഷ്ടപ്പെടുന്നത്. അവർക്കൊക്കെ റഹ്മാനെ നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യേ. ഉമ്മ, എനിക്ക് ആദ്യം ഇതൊന്നും കേൾക്കുമ്പോൾ ഒരു ഇതില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഉമ്മ, ഇന്നലെ ഞാൻ ഒരു ന്യൂസ് വായിച്ചുമ്മ. അതായത് എന്താന്ന് വെച്ചാൽ അത് ജപ്തിയിലായിരുന്നു അത്രേ വീട്. പിന്നീട് അത് വിറ്റ് അവർ പിന്നെ വാടകയ്ക്ക് പോയി. എന്നാൽ വാടക കൊടുക്കാൻ കഴിയാതായതോടുകൂടെ ആ വീട്ടുടമസ്ഥൻ പറഞ്ഞത്രേ, അതെ, നാളെ ഇറങ്ങി തന്നില്ലെങ്കിൽ നിങ്ങളെ വീട് ഇവിടെ വാടക തന്നില്ലെങ്കിൽ ഇറങ്ങിത്തരണം, അല്ലെങ്കിൽ വീട് ഇവിടെ കാണൂല. പക്ഷേ എന്ത് ചെയ്യും? പ്രായമായ ഒരു ഉമ്മയുണ്ട്, പിന്നെ മക്കളുണ്ട്, ഭർത്താവാണ് സുഖമില്ലാത്ത, എന്നാൽ കണ്ണിൽ ചോരയില്ലാത്ത അദ്ദേഹം എന്ത് ചെയ്തത്രേ? ഈ വീട്ടുകാരെ എല്ലാം പുറത്താക്കിയിട്ട് അവർ എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. എങ്ങോട്ട് പോയ സമയത്ത് അവരുടെ വീട് JCB കൊണ്ട് ഇടിച്ച് പൊളിച്ച് നിരത്തിയെന്ന് പറഞ്ഞു. അവർ എവിടെയോ പോയി വന്ന ആ സമയത്ത് ഹോസ്പിറ്റലിലോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. വന്ന സമയത്ത് ദയനീയമായ ആ കാഴ്ച കണ്ട് അവരാകപ്പാടെ ഞെട്ടിപ്പോയി. അത് നിന്ന് ആ വീട് നിന്നെടുത്ത് വീടില്ല, ആകപ്പാടെ ഒരു തരിശു ഭൂമിയായി കിടക്കുന്ന അവസ്ഥ. അതെ, വാടക കൊടുക്കാനില്ലാത്ത വാടകപ്പുര വരെ അയാൾ പൊളിച്ചു മാറ്റി. എന്തായാലേ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഉമ്മ. പടച്ച റബ്ബ് എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ഫസീല ദുആ ചെയ്യുകയായിരുന്നു, റബ്ബേ നവാസ്കയും സൗദിയും നല്ല രീതിയിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു അല്ലാ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അതാ ആ ദിവസം നവാസ് റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സൗദ ഹഫ്സയുടെ കൂടെ കിച്ചണിലാണ്. മോള് സൗദ. എന്തുമ്മ? മോള് ചെല്ലേ. അല്ല, ഞാൻ സഹായിക്കാം. വേണ്ട, എന്നെ സഹായിക്കണ്ട, നീ ചെല്ലേ. നവാസ് അവിടെ കാത്തിരിക്കുന്നുണ്ട്, നീ ചെല്ലേ. അത് ഞാൻ പോകുന്നില്ല, എനിക്ക് പേടിയാണ്. എന്താ മോളെ? എന്താ? നീ വന്നേ, ഒന്ന് ലൂഹ ചെയ്തിട്ടൊക്കെ പോ, എന്നാൽ പേടിയൊക്കെ ഒന്ന് മാറിക്കോളും. അങ്ങനെ ഹഫ്സ പറയുന്നതിനനുസരിച്ച് അവൾ ഉലൂഹ ചെയ്ത്, വാ, ഞാൻ പോകുന്നില്ല. നവാസ് അവിടെ കാത്തിരിക്കുകയാണ്. നീ കൊഞ്ചല്ല മോളെ, നിനക്ക് വേണ്ടിയിട്ടല്ലേ അവൻ ഇന്നിവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി വേറെ ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ല, അവിടെ നിന്നൂടെ. പക്ഷേ നിനക്ക് വേണ്ടി, അതും ഐഷുമ്മാൻ്റെ നിർദ്ദേശപ്രകാരം കൂടിയിട്ടാണ്, ഐഷുമ്മ പറഞ്ഞത് കൂടിയാണ്, ചെല്ലേ. അങ്ങനെ ഹഫ്സയുടെ കൈ പിടിച്ച്
സൗദ പതുക്കെ നടക്കുന്നു. എന്നാൽ അതാ സൗദ മടിച്ചു നിന്ന്, മോളെ നീ ചെല്ലേ, അതെ എല്ലാം ശരിയായിക്കോളും, നിനക്ക് പറയാനുള്ളതൊക്കെ നവാസ് ഖാനോട് പറഞ്ഞ് റെഡിയാക്ക്, അങ്ങനെ നിങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കേ. അങ്ങനെ അതാ നമ്മുടെ ഹഫ്സ സൗദയെയും പിടിച്ചുകൊണ്ട് നേരെ അതാ നവാസിൻ്റെ ബെഡ്റൂമിനടുത്തേക്ക് ചെല്ലുന്നു. പതുക്കെ വാതിലിൽ അതാ ഹഫ്സ തന്നെ മുട്ടി. ആ പെട്ടെന്ന് നവാസ് അവിടെ നിന്ന് എഴുന്നേറ്റു. അതെ നവാസ്, സൗദക്ക് ഭയമായിട്ടാണ് ഞാനിതുവരെ വന്നത്, ഇതാ സൗദയെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ സൗദയെ ആ റൂമിലേക്ക് പതുക്കെ ഹഫ്സ പറഞ്ഞേക്കുന്നു. ഒരു നിമിഷം നവാസ് എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ നോക്കി. സൗദ ഇങ്ങോട്ട് വന്നേ. നവാസ് അല്പം ടെൻഷനോടെ അവളെ വിളിച്ചു. എന്നാൽ അവൾ ഒരു നിമിഷം അവിടെ മൗനം പാലിച്ചു നിന്നു. ഇങ്ങോട്ട് വാ സൗദ. അവളുടെ മുഖത്ത് പഴയ ആ ഒരു ക്രോധമോ അല്ലെങ്കിൽ വാശിയോ ഒന്നുമില്ല. അവൾ ശരിക്കും ഒരു പാവമായതുപോലെയാണ് തോന്നുന്നത്. സൗദ നവാസുമായി അടുക്കുമോ? നല്ലൊരു ജീവിതം അവർ കെട്ടിപ്പടുക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.